പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം കരേറ്റുന്നു. വീണ്ടും ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ ദൈവവചന പഠനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സമയം നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ച ഒരു ഉപമയുണ്ട്. കർത്താവ് പറഞ്ഞ ഉപമകളിൽ ഒന്ന് മത്തായി സുവിശേഷം 13-ാം അധ്യായം. അതിലനേക ഉപമകൾ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. അവ ഏകദേശം എല്ലാ ഉപമകളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാനും പഠിപ്പാനും ഒക്കെ ഇടയായി. ഇന്ന് ഈ നമ്മൾ ആരംഭിച്ച ഉപമ വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 51, 52 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 51, 52 വാക്യങ്ങൾ. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. മതി, താങ്ക് യു. കർത്താവിൻ്റെ ചോദ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് പറഞ്ഞതാണ്. കർത്താവ് ചോദിക്കുന്നത്, ഇതിന് നേരെ മുമ്പ് ഈ ഉപമ പറയുന്നതിന് മുൻപ് പറഞ്ഞിരിക്കുന്ന ഉപമ മനസ്സിലായോ എന്നുള്ളതല്ല, പക്ഷേ ഇതെല്ലാം ഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പല ഉപമകളുണ്ട്. ഏകദേശം 6ഓളം ഉപമകൾ ഇതിനു മുമ്പായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഉപമ പറയുന്നത്. അപ്പം ഇതെല്ലാം ഗ്രഹിച്ചു എന്ന കർത്താവ് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഉവ്വ് എന്ന് അവർ മറുപടിയായി കർത്താവിനോട് പറഞ്ഞു. ഉവ്വ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ കർത്താവ് അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും. ശ്രദ്ധിക്കണം, അവിടുത്തെ ഉപയോഗം ഏത് ശാസ്ത്രിയും എന്നുള്ളതല്ല പറയുന്നത്. പ്രത്യുത സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകും എന്ന് പറഞ്ഞു. എന്തുവാ ഇതിൻ്റെ അർത്ഥം? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നില്ല. സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ശാസ്ത്രിമാരെക്കുറിച്ച് നമുക്കറിയാം. അവർ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ, ആമുഖമായിട്ട് ഓർപ്പിച്ചതുപോലെ, ശാസ്ത്രിമാർ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനത്തിന് സമയം കണ്ടെത്തിയ, അതിനെ പകർത്തി എഴുതുവാൻ, അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനെല്ലാം ഉത്സാഹിച്ച ആളുകളായിരുന്നു ശാസ്ത്രിമാർ എന്ന് പറയുന്നത്. എസ്രാ ശാസ്ത്രിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എസ്രാ ശാസ്ത്രി ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും അതിനെ അനുസരിക്കുവാനും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ഉത്സാഹിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രിമാർ ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ്? ദൈവത്തിൻ്റെ വചനം പഠിക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, 3 ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. എന്നാൽ ഈ ശാസ്ത്രിമാരെല്ലാം, അതുവരെ ഉണ്ടായിരുന്ന ശാസ്ത്രിമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവർ ന്യായപ്രമാണ കാര്യങ്ങളിൽ വിശാരദന്മാരായിരുന്നു. അത് വളരെ പഠിച്ച് അത് തികവ് വന്നവർ, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് അതിനെ പഠിച്ചവരായിരുന്നു ഈ ശാസ്ത്രിമാർ. ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ, അതിൻ്റെ ആചരണങ്ങളിൽ, അതിൻ്റെ ഡീറ്റെയിൽസിലെല്ലാം അവർ ഏറ്റവും അധികമായിട്ടുള്ള എക്സ്പേർട്ടീസ് ഉള്ളവരായിരുന്നു. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് മറ്റൊരു ക്ലാസ്സിനെ കുറിച്ചാണ്. ആ ശാസ്ത്രിമാരിൽ തന്നെ ദൈവരാജ്യത്തെക്കുറിച്ച് അഭ്യാസം ലഭിച്ച, സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും. മത്തായി സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്നാണ് പറയുന്നത്. അവിടെ മാറിയ ഉപയോഗ രീതികൾ വരുന്നുണ്ട്, കൺഫ്യൂസ്ഡ് ആകരുത്. സ്വർഗരാജ്യമെന്നും ദൈവരാജ്യം എന്നുള്ള ഉപയോഗ രീതികൾ വരുന്നുണ്ട്. അതിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നവരുണ്ട്. എന്നാൽ വിശേഷാലത് മത്തായി സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം എന്ന് പറയുന്നത് പ്രൈമറിലി അത് യഹൂദന്മാർക്ക് എഴുതിയതാണ്. അതുകൊണ്ട് യഹൂദന്മാരുടെ അറിവ് അനുസരിച്ച്, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ നാമം അവർക്ക് വൃഥ എടുക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ നാമം എടുക്കുന്നത് അവോയ്ഡ് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്ന പദമായിട്ട് ഇതിനെ മനസ്സിലാക്കുന്നു. എന്തുവാ? സ്വർഗരാജ്യം എന്ന്. ദൈവരാജ്യം എന്നതിന് പകരമായിട്ട് സ്വർഗരാജ്യം എന്ന് ഉപയോഗിക്കുന്നു. ഏതായാലും അതല്ല നമ്മുടെ വിഷയം.
മത്തായി അങ്ങനെ പറയുന്നു. അപ്പം കർത്താവ് പറയുകയാണ് സ്വർഗരാജ്യം. അതുകൊണ്ട് ഈ അധ്യായത്തിൽ പറയുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. സ്വർഗരാജ്യം വയലിൽ മറഞ്ഞു കിടക്കുന്ന നിധിയോട് തുല്യം, സ്വർഗരാജ്യം ഒളിപ്പിച്ച് വിലയേറിയ മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം, സ്വർഗരാജ്യം വിതയ്ക്കുവാൻ പുറപ്പെട്ടപ്പോൾ വഴിയരികെയും പാറയിടയിലും മുള്ളിനിടയിലും നല്ല നിലത്തുമൊക്കെ വീണ വിത്തിനോട് തുല്യം. ഇങ്ങനെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാണ് അവിടെ എല്ലാം ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഇവിടെയും കർത്താവ് പറയുകയാണ് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും. അപ്പോൾ സ്വർഗരാജ്യത്തിന് ശിഷ്യനായിത്തീർന്ന ശാസ്ത്രിക്കുള്ള പ്രത്യേകത എന്തുവാ? അവർക്ക് ഈ ന്യായപ്രമാണത്തിലെ അഭ്യാസം മാത്രമല്ല, അല്ലെ ന്യായപ്രമാണത്തിൽ അഭ്യാസം തികഞ്ഞവരായിത്തീരുന്നവർ മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചവർ മാത്രമല്ല, പ്രത്യുത അവർക്ക് എന്തുകൂടെ ഉണ്ട്? അവർക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് കൂടെ അവർക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയാവുകയാണ്. ഏത് ശാസ്ത്രിയും അവർക്ക് നിക്ഷേപങ്ങൾ, പഴയ നിക്ഷേപം മാത്രമല്ല, അവർക്ക് പുതിയ നിക്ഷേപമുണ്ട്. അവർ പഴയതും പുതിയതുമായ നിക്ഷേപത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നുവെന്ന് കർത്താവ് പറയുക. അപ്പം കർത്താവ് പറയുന്നതിൻ്റെ കാര്യം യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ശിഷ്യന്മാരോട് പറയുക, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് യു കെയിം ടു മീ വിത്ത് എ ഫൈൻ ഹെറിറ്റേജ്. ഒരു പാരമ്പര്യത്തോടെയാണ്, നിങ്ങൾ ചില അറിവുകളോടെയാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ന്യായപ്രമാണത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിച്ചു, നിങ്ങൾക്കതിൽ അഭ്യാസം ലഭിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ അതിനെ പഠിപ്പാൻ തക്കവണ്ണമുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അതിനേക്കാൾ ഒരു പടി കൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കുക. ന്യായപ്രമാണം ലഭിച്ച ശാസ്ത്രിമാരെ പോലെ മാത്രമല്ല, എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ അറിവ് ലഭിച്ചതായ അതിന് ശിഷ്യനായി തീർന്ന ശാസ്ത്രി. അപ്പം നിങ്ങൾ ന്യായപ്രമാണത്തിൽ അറിവുള്ളവർ മാത്രമല്ല, നിങ്ങൾ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ലഭിച്ചവരാണ്. അതിനുവേണ്ടി കണ്ണുകൾ തുറക്കപ്പെട്ടവർ. യുവർ ഐസ് ഹാവ് ബീൻ ഓപ്പൺഡ് to the truths of the kingdom of heaven. That is what the Lord is saying. അപ്പോൾ അത് തിരിച്ചറിയാതിരുന്ന ആളുകൾ യഹൂദന്മാരിൽ, ഇസ്രയേലിൽ അവരെക്കുറിച്ചുള്ള വലിയ ഭാരത്തോടെ, അത് ആ തെറ്റിദ്ധാരണയെന്ന് പറയുന്നത്, ആ ആചരണമെന്ന് പറയുന്നത് ആരംഭം മുതലേ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. പഴയ നിയമത്തിൽ നമ്മളത് കാണുന്നുണ്ട്, അല്ലേ? അബ്രഹാമിനെ വിളിച്ചപ്പോൾ തന്നെ ദൈവം ഭൂമിയിലെ സകല ജാതികൾക്കും അവനെ അനുഗ്രഹമാക്കേണ്ടതിനായിട്ട്, ഭൂമിയിലെ സകല ജാതികളും നിന്നിൽ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹമായിത്തീരും, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹമായിത്തീരുമെന്ന് ദൈവം പറഞ്ഞു. അപ്പം ദൈവം വിളിച്ചു വേർതിരിച്ചതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ വലിയ കാഴ്ചപ്പാടോടെയാണ്, വലിയ പദ്ധതിയോടെയാണ്. എന്നാൽ യഹൂദന്മാർ, ഇസ്രയേൽ ജനം അത് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ട, തങ്ങളിൽ തന്നെ ഒതുങ്ങി തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റിയാണ് തങ്ങൾ എന്നു പറഞ്ഞ് അതിൽ അഭിമാനം കൊണ്ട് ജീവിപ്പാൻ ശ്രമിച്ചവരാണ് യഹൂദന്മാർ. അതുകൊണ്ട് അബ്രഹാമിനെ പിന്നെയും അത് മനസ്സിലാക്കാനായിട്ട് ദൈവം തന്നെ ചെയ്തു, ഞാൻ നിൻ്റെ പേര് മാറ്റാൻ പോവുകയാന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, നിൻ്റെ പേരിപ്പം അബ്രാം എന്നാണല്ലോ, എന്നാൽ ഞാനതിനെ അബ്രഹാം എന്നാക്കി മാറ്റാൻ പോവുകയാണ്. അബ്രാം എന്ന് പറഞ്ഞാൽ പ്രൗഡ് ഫാദർ എന്ന, അഭിമാനമുള്ള അഹങ്കാരിയായ, അല്ലെങ്കിൽ അല്പം ഗർവൊക്കെയുള്ള പിതാവാണ്, ആളാണ്. എന്നാൽ ഗർവുള്ള, അഭിമാനിയായ അല്ലെങ്കിൽ ദുരഭിമാനിയായ അബ്രാമിനെ എന്താക്കി മാറ്റി ദൈവം? അബ്രഹാം, ബഹുജാതികൾക്ക് പിതാവ്. അപ്പം ദൈവം നൽകാൻ ആഗ്രഹിച്ച വലിയ ദർശനം, ആ കാഴ്ചപ്പാട് തിരിച്ചറിഞ്ഞ് നോക്കിക്കേ. അപ്പം അത് എന്നിട്ടും, ഇതെല്ലാം ചെയ്തിട്ടും യഹൂദന്മാർ പിന്നെയും അല്ല, ഇസ്രയേൽ മക്കൾ തുടർന്നു പോകുന്നത് ഇത് തങ്ങൾക്ക് മാത്രം ലഭിച്ച വലിയൊരു പ്രിവിലേജ് എന്ന് വിചാരിച്ച് വശായി ജീവിച്ചവരാണ് യഹൂദന്മാർ. അപ്പം അതിനെക്കുറിച്ചുള്ള എഴുത്തുകൾ പുതിയ നിയമത്തിൽ അല്ല പഴയ നിയമത്തിൽ നമ്മൾക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. അവർ തങ്ങളെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി ആയിട്ട് കണ്ടു. തങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് ലഭിച്ച ഒരു പ്രിവിലേജാണെന്ന്
അവർ ചിന്തിച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന 2 കാരണങ്ങളിൽ ഒന്ന്, എന്നെ ഒരു ജാതിയായി സൃഷ്ടിച്ചില്ലല്ലോ എന്നുള്ളത് വെച്ചായിരുന്നു, അല്ലേ? അപ്പം ജാതികളെ എന്തിനു വേണ്ടി? നരകത്തീയിലെ വിറകിന് വേണ്ടി, ഫ്യൂവൽ ഫോർ ഫയർ ഇൻ ഹെൽ എന്ന അവർ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നത്. നരകത്തീയിലെ വിറകിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നവരാ ജാതികൾ എന്ന് വിചാരിച്ചിരുന്നവരാ യഹൂദന്മാർ. അപ്പോൾ ആ ദർശനം അവർക്ക് ലഭിക്കാതെ വന്നു. അവരോട് കർത്താവ് അവരെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചു, അപ്പോസ്തലന്മാർ പഠിപ്പിക്കുവാൻ ശ്രമിച്ചു. ആ എക്സ്ക്ലൂസീവ്നെസ്സിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിച്ചു, അല്ലേ? നമുക്കറിയാം, പത്രോസിനൊരു ദർശനമുണ്ടായ ദർശനത്തിൽ തുപ്പട്ടി പോലെ ഒന്ന് അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അതിൽ സകലവിധ നാൽക്കാലികളും സകലവിധ ഇഴജന്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്വരം കേട്ട്, പത്രോസേ എഴുന്നേറ്റ് അറുത്ത് തിന്നുക, എഴുന്നേറ്റ് അറുത്ത് തിന്നുക. പത്രോസ് പറഞ്ഞു, ഒരിക്കലും പാടില്ല കർത്താവേ, അശുദ്ധമായതൊന്നും ഞാൻ തൊട്ടിട്ടില്ല, അശുദ്ധമായതൊന്നും ഞാൻ ഭക്ഷിച്ചിട്ടില്ല ദൈവത്തിന്. അപ്പം പത്രോസിന് മനസ്സിലായി, ഇതെല്ലാം തിന്നാനാണ് ഈ സ്വരം പറയുന്നത്. ഒരിക്കലും പാടില്ല, ഞാനിതൊന്നും കഴിച്ചിട്ടില്ലല്ലോ കർത്താവേ. 1, 2, 3 പ്രാവശ്യം ഈ ദർശനമുണ്ടായി. ഒരിക്കലാണെങ്കിൽ അതിനെ അവഗണിക്കാം, വല്ലാത്ത ഏതൊരു ദുസ്വപ്നം കണ്ടു എന്ന് വേണമെങ്കിൽ ചിന്തിച്ചതിനെ തള്ളിക്കളയാം. എന്നാൽ ഇത് ആവർത്തിക്കുക ദർശനം. 1, 2, 3 പ്രാവശ്യവും അതേ സ്വരം, അതേ വാക്കുകൾ തന്നെ പറഞ്ഞു. അപ്പോൾ പത്രോസിന് മനസ്സിലായി, ഇതിലെന്തോ കാര്യമുണ്ട്. അവൻ ഈ ദർശനം എന്തായിരിക്കുമെന്ന് ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കൊർന്നല്യോസ് അയച്ച ആളുകൾ ശീമോൻ്റെ വീട് നോക്കി, തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട് ചോദിച്ച് വാതിൽക്കൽ വന്ന് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നിന്നെ അന്വേഷിച്ച് വരുന്ന ആളുകൾ ഇങ്ങനെയുള്ളവരാണ്, നീ ഒന്നും ഭയപ്പെടാതെ അവരോടുകൂടെ പോകണം. അപ്പോൾ നോക്കണേ, ദൈവം അവരെ ആ ഒരു എക്സ്ക്ലൂസിവിറ്റിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഏതെല്ലാം പ്രയത്നങ്ങളാണ് ചെയ്യുന്നത്. അപ്പോസ്തലന്മാരോടും ആ കൽപ്പനകളെല്ലാം, നിങ്ങൾ പോയി സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു. എന്നിട്ടും യെരൂശലേമിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി അവിടെ നിൽക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നത്. ആ ശ്രമം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അവരെ ഡിസ്റ്റേബ് ചെയ്യും, കുറേ പേരൊന്ന് ചിതറിപ്പോവും, പിന്നെ മടങ്ങി വരും, അവരവിടെ തന്നെ ആ ഹെഡ് ക്വാർട്ടേഴ്സിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പം പിന്നെ സ്തേഫാനോസിനെ തൊടുവാൻ തക്കവണ്ണം ഇടയായി, അവൻ രക്തസാക്ഷിയായി അവൻ മരണം വരിക്കുവാൻ ഇടയായി തീർന്നു. സ്തേഫാനോസിൻ്റെ ആ രക്തസാക്ഷിത്വ നിമിത്തം, അവൻ്റെ മരണം നിമിത്തം അനേകർ ചിതറിപ്പോയി. അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ചിതറിപ്പോയവർ അവിടെ ദൈവരാജ്യം സുവിശേഷിച്ചുകൊണ്ട് സഞ്ചരിപ്പാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അനേക സ്ഥലങ്ങളിലേക്ക് സുവിശേഷം വ്യാപിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്താൽ കർത്താവിൻ്റെ ദാസന്മാർ, അപ്പോസ്തലന്മാർ, പത്രോസും യോഹന്നാനും ഒക്കെ ശമരിയയിൽ വലിയ ഉണർവ് നടക്കുന്നെന്ന് കേട്ട് അവിടേക്ക് പോയി. അവിടെ പോയിട്ട് അവർ പിന്നെയും മടങ്ങി യെരൂശലേമിലേക്ക് വന്നു. അപ്പം ദൈവം തന്നെ മറ്റു പലരെയും എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. സ്തേഫാനോസിനെ ഉപയോഗിക്കാൻ തുടങ്ങിയായിരുന്നു, ഫിലിപ്പോസിനെ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ജാതികൾക്ക് വേണ്ടി എന്നുള്ള പേരിൽ ഒരു എക്സ്ക്ലൂസീവായിട്ടൊരു അപ്പോസ്തലനെ തന്നെ ദൈവം ആ സമയത്ത് വേർതിരിക്കുക. അതാരാ നമുക്കറിയാം, അല്ലേ? ആരാ? പൗലോസ്, അപ്പോസ്തലനായ പൗലോസ്. അപ്പം വാസ്തവത്തിൽ ഈ സുവിശേഷം ജാതികളുടെ ഇടയിലേക്ക്, യഹൂദന്മാരല്ലാത്തവരുടെ ഇടയിലേക്ക് അത് ശക്തിയോടെ കടന്നു ചെല്ലുവാൻ മുഖാന്തരമായി തീർന്നത് പൗലോസ് മുഖാന്തരം. ആ പൗലോസ് അവരെക്കുറിച്ചുള്ള വലിയ ഭാരത്തോടെ പറയുന്ന പല ഭാഗങ്ങളുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഇന്നിത് അവസാനിപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. റോമാലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റോമർ 9-ന്റെ 1 മുതൽ 8 വരെ അവിടെ പറയുന്നു. ഞാൻ തന്നെ അത് പറയാം, സമയം നമുക്ക് ലാഭിക്കുവാൻ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഈ ഇസ്രായേൽ മക്കൾക്ക്, യഹൂദന്മാർക്ക് ലഭിച്ച പ്രിവിലേജസ് എന്തെല്ലാമായിരുന്നു എന്ന് അടുത്ത വാക്യങ്ങളിൽ പറയുക. അവർ ഇസ്രായേല്യരാണ്, പുത്രത്വം അവർക്കുള്ളതാണ്, തേജസ് അവർക്കുള്ളതാണ്, നിയമങ്ങൾ, ന്യായപ്രമാണം, ആരാധന, വാഗ്ദത്തങ്ങൾ അവർക്കുള്ളവ. പിതാക്കന്മാരും അവരിൽ നിന്നല്ലോ ജനിച്ചത്, അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്.
അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അപ്പം ഈ പിതാക്കന്മാർക്ക് ഇതെല്ലാം നൽകി അവസാനം ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പരാജയപ്പെട്ടോ? ഇത് യഹൂദ കുലത്തെ മാത്രം, യഹൂദ ജനതയെ മാത്രം രക്ഷിപ്പാനായിട്ടാണ് കർത്താവ് ഇതെല്ലാം ആരംഭം മുതലേ ചെയ്തു വന്നതെങ്കിൽ കർത്താവിൻ്റെ പദ്ധതി അമ്പേ പരാജയമായി തീർന്നില്ലയോ? അല്ല. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല. പൗലോസ് പറയുക അടുത്ത വാക്യത്തിൽ, ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാവരും ഇസ്രയേലരെന്നും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഹൂദന്മാരിൽ നിന്ന് ജനിച്ചവരാകിയാൽ, അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഞങ്ങൾ മക്കളാ, അബ്രഹാമിൻ്റെ മക്കളാ, ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചവരായതുകൊണ്ട് ഞങ്ങൾ ഇസ്രയേലരാണ്. പൗലോസ് ഭയങ്കര റാഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. എന്തുവാ അത്? ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചതുകൊണ്ട് എല്ലാവരും ഇസ്രയേല്യരാകയില്ല. അബ്രഹാമിൻ്റെ സന്തതിയായതുകൊണ്ട് എല്ലാവരും മക്കളെന്നും വരികയില്ല. പ്രത്യുത ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥമോ? ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന്. അപ്പോൾ വാഗ്ദത്തപ്രകാരമുള്ളൊരു ജനനമുണ്ട്. അതിനെക്കുറിച്ച് പൗലോസ് അവിടെ എടുത്ത് ഓർപ്പിച്ച് പറയുക. അപ്പം ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളൊരു ദർശനം, ആ ദർശനം കിട്ടിയ ശാസ്ത്രി ന്യായപ്രമാണത്തിൽ ഒതുങ്ങി ന്യായപ്രമാണത്തിൽ മാത്രം നിൽക്കുന്നവരല്ല, പ്രത്യുത ദൈവരാജ്യത്തിൻ്റെ ഒരു ദർശനം ലഭിച്ച ശാസ്ത്രി. കർത്താവ് പറയുന്നത് ന്യൂ നോളജ്, ന്യൂ സർവീസ്. പുതിയ അറിവ് നിങ്ങൾക്ക് കിട്ടുകയാ. ആ അറിവിൽ നിങ്ങൾ എന്തോടെ ചെയ്യുക? നിങ്ങൾ പുതിയ ശുശ്രൂഷകൾക്ക് ഒരുങ്ങുക. ഞാൻ മുന്നോട്ട് പോകാം. ഈ പാരബിള് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ടത്? ന്യായപ്രമാണത്തിൽ അഭ്യാസം ലഭിച്ച അല്ലെങ്കിൽ അറിവ് ലഭിച്ച, പഠനം ലഭിച്ച ആളുകൾ ശാസ്ത്രിമാരുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്ന ശാസ്ത്രിമാർ അഥവാ ശിഷ്യന്മാർ എങ്ങനെയുള്ളവർ കൂടിയാണ്? ന്യായപ്രമാണത്തിലെ അറിവ് മാത്രമല്ല, പരിചയം മാത്രമല്ല അവർക്കുള്ളത്, അവർക്ക് എന്തിനെക്കുറിച്ചുള്ള അറിവ് കൂടിയുണ്ട്? ദൈവ രാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെ. ഞാനതിൽ അങ്ങനെ ആ വാക്യങ്ങൾ പിന്നീട് വായിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കാം, അല്ലേ? ഇപ്പം കർത്താവ് പറയുന്ന എവ്രി ഡിസൈപ്പിൾ ഈസ് ലൈക്ക് എ സ്ക്രൈബ്. ഓരോ ശിഷ്യനും ആരെ പോലെയാ? ഒരു ശാസ്ത്രിയെ പോലെയാ. എങ്ങനെയുള്ള ശാസ്ത്രിയെ പോലെയാ? എങ്ങനെയുള്ള ശാസ്ത്രിയെ പോലെയാ? ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ അതിന് ശിഷ്യരായിത്തീർന്ന് അതിനെക്കുറിച്ച് അറിവ് ലഭിച്ച ശാസ്ത്രിയെ പോലെയാണ് ഓരോ ശിഷ്യനും. അപ്പം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവോട് ചോദിക്കുന്നു, നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? അപ്പോൾ ഓരോ പാരബിളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർത്താവ് പഠിപ്പിച്ച അനേക പാരബിൾസ് ഉണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച് മാത്രമല്ല, പ്രായോഗിക ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഇടപാടുകളെക്കുറിച്ച്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എങ്ങനെ വർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എല്ലാമുള്ള പാരബിൾസ് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രത്യേകം ചോദിക്കുന്നത്, ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ പാരബിൾസ് ഇത് നിങ്ങൾക്ക് എല്ലാം ഗ്രഹിച്ചുവോ? അപ്പം ഇത് മനസ്സിലാക്കണമെങ്കിൽ, സ്വർഗരാജ്യത്തെക്കുറിച്ച് അറിവ് ലഭിച്ച ശാസ്ത്രിയായി തീരണമെങ്കിൽ, ശിഷ്യനായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കണം. ദാറ്റ്സ് വൈ ദ റീഡിങ് ആൻഡ് സ്റ്റഡി ഓഫ് ഗോഡ്സ് വേർഡ് ഈസ് സോ വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വായന, പഠനം, അത് ഗ്രഹിക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ തന്നെ മറ്റൊരു ഉപമയിലെ കർത്താവ് പറയുന്നുണ്ട്, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. വചനം കേട്ടിട്ട് ഗ്രഹിക്കുന്ന, വചനം കേട്ടാൽ മതിയെങ്കിൽ കുഴപ്പമില്ല. നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായ ഇഷ്ടം പോലെ നമ്മളെപ്പോലെ വചനം കേട്ടിട്ടുള്ളവരാരാ, കേൾക്കുന്നവരാരാ? ഓരോ ആഴ്ചയിലും എത്ര പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. ചർച്ച മാത്രമല്ല, യൂട്യൂബ് മുഴുവൻ നിറയെ പ്രസംഗങ്ങളാണ്, എല്ലാം കേൾക്കുന്നുണ്ട്, അല്ലേ? വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. ഗ്രഹിച്ചോന്ന് എങ്ങനെയാണ് അറിയുന്നത്? അടുത്ത ഭാഗത്ത് പറയുക, അത് വിളഞ്ഞ്
100, 60, 30 മേനി നൽകുന്നു. ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഈ ഡിസെൻഡിങ് ഓർഡറിൽ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റൊരു ഭാഗത്ത് പറയുമ്പോൾ അത് അസെൻഡിങ് ഓർഡറില്ല. 30, 60, 100. ഇവിടെ പറയുമ്പോൾ 100, 60, 30 മേനി. വാട്ട് എവർ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ ബിഗ് ഹാർവസ്റ്റ്. വലിയ ഒരു വിളവിനെ കുറിച്ച് ഇവിടെ പറയുന്നത് നമുക്ക് മനസ്സിലാകും, അല്ലേ? അപ്പം ദൈവത്തിൻ്റെ വചനം ഗ്രഹിച്ചാൽ അത് വിളയും, വിളഞ്ഞാൽ 100, 60, 30 മേനി അത് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പം ഓരോ ഡിസൈപ്പിളും എന്ന് പറയുന്ന ഓരോ ശിഷ്യനും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആരെപ്പോലെ ആകണം? ഒരു വീട്ടുടയവനെ പോലെ ആകണം. ആ വീട്ടുടയവർ എങ്ങനെയുള്ളവരാ? പഴയതും പുതിയതുമായ നിക്ഷേപം എടുത്തു കൊടുക്കുന്ന ശാസ്ത്രിമാരെ പോലെ ആകണം. പഴയത് മാത്രം വെച്ചുകൊണ്ടിരിക്കുന്നവരല്ല, പഴയതും പുതിയതുമായ നിക്ഷേപം എടുത്ത് നൽകുന്നത്. എന്താ പഴയ നിക്ഷേപം അല്ലെങ്കിൽ പുതിയ നിക്ഷേപം? ദ ട്രഷർ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്, അല്ലേ? ദൈവത്തിൻ്റെ വചനമാണ് ആ നിക്ഷേപം എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ പാർഷ്യൽ റെവലേഷൻ ഉണ്ടായിരുന്നപ്പം തന്നെ നമുക്കറിയാം, പാർഷ്യൽ റെവലേഷൻ, ഭാഗികമായിട്ടുള്ള വെളിപ്പാട് ആളുകൾക്ക് ലഭിച്ചപ്പം തന്നെ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെ അനേക പ്രാവശ്യം എടുത്തുദ്ധരിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അല്ലേ? എബ്രായ ലേഖനത്തെ നമ്മൾ വായിക്കുന്നതിൻ്റെ 1-ാം അധ്യായത്തിൽ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പിതാക്കന്മാരോട് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുക. അന്ത്യകാലത്ത് പണ്ടൊക്കെ അരുളി ചെയ്തിരുന്നത്, ലഭിച്ചതെല്ലാം എന്തായിരുന്നു? ഭാഗമായിട്ടായിരുന്നു, വിവിധമായിട്ടായിരുന്നു, അല്ലേ? അനേക രീതികളിലായിരുന്നു, ഭാഗമായിട്ടായിരുന്നു. മുഴുവൻ ഉള്ള ആ റെവലേഷൻ ആർക്കും ലഭിച്ചില്ല. എന്നാൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും അവൻ്റെ തത്വത്തിൻ്റെ മുദ്രയുമായ ക്രിസ്തു വന്നപ്പോൾ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുക. ഒരു ഫുള്ളർ റെവലേഷൻ ത്രൂ ക്രൈസ്റ്റ്. അപ്പം പഴയ നിയമത്തിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. 19-ാം സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. 7 മുതലുള്ള വാക്യങ്ങൾ. യഹോവയുടെ ന്യായപ്രമാണം, അല്ലേ? ദൈവത്തിൻ്റെ വചനം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവയൊട്ടി വഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. ദൈവവചനത്തിന് എത്രയും പ്രാധാന്യം പഴയ നിയമത്തിലുണ്ടായിരുന്നോ? സ്വതന്ത്രം. നമ്മൾ എത്ര ഇത് ധന്യരാ. നമുക്ക് ഈ പഴയത് മാത്രമല്ല, ഇത്രയും ശ്രേഷ്ഠമായിട്ട് പഴയ നിയമത്തിൽ തന്നെ കരുതപ്പെട്ട വചനം, ദൈവത്തിൻ്റെ വചനം, ന്യായപ്രമാണം, അതിനോട് ചേർന്ന് ഇപ്പൊ നമുക്ക് എന്തുകൂടെ കിട്ടിയിരിക്കുക? ദൈവരാജ്യത്തെക്കുറിച്ചുള്ള, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ദർശനവും കൂടെ കിട്ടിയിരിക്കുക. ഫുള്ളർ റെവലേഷൻ. സദൃശവാക്യങ്ങളിൽ പറയുന്ന ഞാൻ ആ വാക്യങ്ങളും കൂടെ ഉദ്ധരിക്കാം. വളരെ പ്രധാനമായി ഇതൊക്കെ. അത് ഉള്ളിലിരുന്ന നമ്മൾ ദൈവവചനം ഒരിക്കലും ഡിസ്കാർഡ് ചെയ്ത് മാറ്റി വെക്കത്തില്ല. പൊടി തട്ടി പിന്നെ അനേക മാസങ്ങൾക്ക് ശേഷം എടുക്കാൻ ഇടയാകത്തില്ല, അല്ലേ? ബൈബിൾ കോപ്പീസ് നമ്മുടെ പക്കൽ ഇല്ലാഞ്ഞിട്ടല്ല, അതിൻ്റെ നമ്പർ ഒരുപക്ഷെ വളരെ കൂടുതലാണ് ഇപ്പം നമ്മുടെ പക്കൽ തന്നെ. എന്നാലും നമ്മൾ ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ശ്രദ്ധിക്കണേ. നോക്കിക്കേ, സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിൻ്റെ സമ്പാദനം, വചനത്തെക്കുറിച്ച് പറയുന്നതാണ്. ജ്ഞാനം വചനത്തിൽ വരുന്ന, അതിൽ കൂടെ ലഭിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ചാണല്ലോ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൻ്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിൻ്റെ ലാഭം തങ്കത്തിലും നല്ലത്.
അത് മുത്തുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകയില്ല. 16-17 വാക്യങ്ങൾ. അതിൻ്റെ വലം കയ്യിൽ ദീർഘായുസ്സും ഇടം കയ്യിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിൻ്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം, സങ്കീർത്തനക്കാരൻ അതാ പറയുന്നത്, നിന്റെ വചനം കണ്ടെത്തി ഞാൻ ഭക്ഷിച്ചു, എൻ്റെ അണ്ണാക്കിന് എന്തു മാധുര്യമാണ്. ഹല്ലേലൂയ. എത്ര പേർക്കത് ഇന്ന് ആ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അത് ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചു, അതെൻ്റെ അണ്ണാക്കിന് വലിയ മധുരമായി തീർന്നു. നമ്മൾ ഉള്ളതുപോലെ തിരിച്ചറിഞ്ഞാൽ ഇത് പിന്നെ കയ്യിൽ നിന്ന് താഴെ വെക്കത്തില്ലല്ലേ. നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കും, ഇത് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കും, ഇതെപ്പോഴും ഉരുവിട്ടുകൊണ്ട് നടക്കും. എല്ലാവർക്കും മനസ്സിലാകുകയെന്ന് എനിക്കറിയാം. അതിനെക്കുറിച്ച് ഇൻഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നവരും കാണും. ബട്ട് ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദാറ്റ്. ഐ എം വറീഡ് അബൌട്ട് എവ്രി വൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ താല്പര്യമുള്ളവർ. ഹല്ലേലൂയ. എന്നാൽ ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നതോ, പുതിയ നിയമത്തിൽ വരുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ, അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് പറയാം, വലിയ പോരാട്ടം കഴിക്കുക. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാം, 3-ാം വാക്യം, അവനിൽ, ആരില? ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുക. അതിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം തന്നല്ലോ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിച്ചല്ലോ. പഴയ നിക്ഷേപം മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന ആ പഴയ ശാസ്ത്രിമാരെ പോലെയല്ല, ഒരു പുതിയ ശിഷ്യനെ പോലെ ആ പഴയതും പുതിയതുമായ നിക്ഷേപത്താൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എവറി ഡിസൈപ്പിൾ ഹാസ് ബോത്ത് ഓൾഡ് ആൻഡ് ന്യൂ ട്രഷർ. ഞാൻ വിവരിക്കാതെ മുന്നോട്ട് പോകാം. എന്തുകൊണ്ടാണ് ഈ പഴയതിൻ്റെ ആവശ്യം എപ്പോഴും? ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും അതിനെ ഒന്ന് തൊട്ട് പോകുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തന്നു. പഴയത് പലപ്പോഴും തോന്നിയേക്കാം ഇത് ആവശ്യമില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടന്ന ഒരു ശ്രമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ബൈബിളിനെ ഒന്ന് പുതുക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ പഴയ നിയമം വേണ്ടെന്ന് വെച്ചിട്ട് പുതുത് മാത്രം. പഴയത് അപ്പീലിംഗ് അല്ല, പഴയത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് യുദ്ധങ്ങളുണ്ട്, ക്രോധിഷ്ഠനായ ഒരു ദൈവത്തെയാണ് കാണുന്നത്, ഒരുപാട് പേരെ കൊന്നുകളയുന്നത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള യാഗങ്ങളുണ്ട്, രക്തച്ചൊരിച്ചിലുണ്ട്. അതുകൊണ്ട് പഴയത് വേണ്ടെന്ന് പറഞ്ഞ ഒരു റീതിങ്കിങ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പഴയതിൻ്റെ ഉപയോഗം എന്താ, പുതിയതിൻ്റെ ഉപയോഗം എന്തുവാ, അല്ലേ? ദൈവവചനത്തിൽ പറയുന്നു, റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം, എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകുന്നേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. മുന്നെഴുതിയിരിക്കുന്നത്, നേരത്തെ എഴുതിയിട്ടുള്ളത്, സ്ക്രിപ്റ്റേഴ്സായിട്ട് ഉള്ളത്. 1 കൊരിന്ത്യർ 10:11, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയുമിരിക്കുന്നു. ദൃഷ്ടാന്തമായി ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതി വച്ചിരിക്കുക. അത് പഴയതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പുതിയതിലേക്ക് വന്നപ്പോഴോ അവിടെ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലുമൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറയും, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തു യേശുവെങ്കിൽ 2 തിമോഥെയോസ് 3:14-15, നീയോ ഇന്നവരോട് പഠിച്ചുവെന്ന് ഓർക്കുകയും ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ. ശ്രദ്ധിക്കണേ, ഈ തിമോഥെയോസിനോട് പറയാം, നീ ബാല്യം മുതൽ അവയെ അറിയുന്നുണ്ട്. തിമോഥെയോസ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞുള്ള കാര്യത്തെക്കുറിച്ചല്ല, യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞുള്ള കാലത്തെക്കുറിച്ചല്ല, ബാല്യം മുതൽ നീ അറിയുന്ന ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ, അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കും. 2 തിമോഥെയോസ് 3:16-17, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്
ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുക. ഇനി മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക. 2024 കൊണ്ട് അത് തീർന്നില്ല. 2025 അത് പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഞാൻ ആകേണ്ടതുപോലെ ആയില്ല, ഞാൻ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചില്ല, പിന്നെയും എന്നെ ശോധന ചെയ്യാൻ ദൈവത്തിൻ്റെ വചനമെന്ന കണ്ണാടി എനിക്ക് കർത്താവ് തന്നിരിക്കുക. അതിൽ നോക്കും തോറും എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ ഞാൻ കാണുന്നുണ്ട്, എൻ്റെ ഒന്നുമില്ലായ്മ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവൻ്റെ ഹിതപ്രകാരമായി തിരികെ പഴയ നിക്ഷേപമുള്ളവരായിട്ട് മാത്രമല്ല, പുതിയ നിക്ഷേപമുള്ളവരായിട്ട് അങ്ങനെയുള്ള ശിഷ്യന്മാരായി തീരുവാൻ നമുക്ക് കഴിയണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്നുള്ള നിലയ്ക്ക് വി ഹാവ് ബീൻ റിച്ച്ലി ബ്ലസ്ഡ്. നമ്മൾ എത്രയധികം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നറിയാമോ? യേശു കർത്താവ് പറയുന്നുണ്ട് മത്തായി സുവിശേഷം ഇതേ അധ്യായത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ, ആ വാക്യങ്ങൾ ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. കർത്താവ് അവരോട് പറയുക, ശിഷ്യന്മാരോട്, അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. സ്തോത്രം. നമ്മുടെ കണ്ണുകളെ തുറന്നല്ലോ, നമ്മുടെ ഹൃദയദൃഷ്ടിയെ ദൈവം പ്രകാശിപ്പിച്ചല്ലോ. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ തക്കവണ്ണം നമുക്ക് വരം ലഭിച്ചല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നേ ദൈവസന്നിധിയിൽ. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നമുക്ക് വരം ലഭിച്ചല്ലോ. അപ്പോസ്തലനായ പൗലോസും പറയാ, ഒടുവിൽ ഈ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. യോഗ്യനായിരുന്നത് കൊണ്ടല്ല, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ തക്കവണ്ണം നിങ്ങൾക്ക് വരം ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പറയുക, ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോടോ അവനുള്ളതും എടുത്തു കളയും. ദൈവരാജ്യത്തിൽ താല്പര്യം കാണിക്കുന്നവർ, അതിനെ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, അനുസരിക്കുവാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ശ്രമിക്കുന്നവർക്ക് പിന്നെയും കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഈ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ സമ്പത്തിനെ കുറിച്ചാണ് വിചാരിക്കുന്നത്. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്, അല്ലേ? ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കിയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. ഈ ഗ്രൂപ്പ് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് കണ്ടിട്ട് കാണാതിരിക്കുന്നവർ, കേട്ടിട്ട് ഗ്രഹിക്കാതെ കേൾക്കാതിരിക്കുന്നവർ. സ്തോത്രം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും, ഇൻക്ലൂഡിങ് മീ, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ വരം ലഭിച്ചവരെന്നോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തും. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കുകയില്ല, കണ്ണാൽ കാണും, ദർശിക്കുകയില്ല. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു. അയ്യോ, നമ്മളിൽ ആരും ഈ കാറ്റഗറി പെടല്ലേ. ചെവിയാൽ കേൾക്കും, പക്ഷേ ഗ്രഹിക്കുകയില്ല. കണ്ണാൽ കാണും, ദർശിക്കുന്നില്ല. കണ്ണ് തുറന്നിരിക്കുക, പക്ഷെ ഒന്നും ദർശിക്കുന്നില്ല. കാരണം അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ യെശയ്യാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവർത്തി വരുന്നു. കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക, തടിച്ച ഹൃദയമുള്ളവരായിരിക്കുക, ചെവി അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവും അവരെ സൗഖ്യമാക്കാതെ ഇരിക്കും, അവരിലേക്ക് തിരിയാതെ ഇരിക്കും. കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവർ. സ്തോത്രം. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ട് കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സ്തോത്രം, സ്തോത്രം. നമ്മുടെ കണ്ണ് കാണുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? കാണുന്നവർ മാത്രം സ്തോത്രം ചെയ്താൽ മതി. കണ്ണ് തുറന്നിരുന്നിട്ടും ഇത് കാണാത്തവരാണെങ്കിൽ സ്തോത്രം ചെയ്യണ്ട. നമ്മുടെ കണ്ണ് കാണുന്നുണ്ടെങ്കിൽ സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചെവി കേൾക്കുന്നുണ്ടോ? ദൈവവചനത്തിന് നമ്മുടെ ചെവി കൂർപ്പിച്ചിട്ടുണ്ടോ? അതിനെ തുറന്നിരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാം കർത്താവിന്. പഴയതും പുതിയതുമായ നിക്ഷേപം. പഴയത് ജീവിക്കാനല്ല, പഴയതിനെ തള്ളിക്കളയാനുമല്ല,
പഴയതും പുതിയതുമായ നിക്ഷേപം, പഠിച്ചതും അറിഞ്ഞതും തിരിഞ്ഞതും. അതോടൊപ്പം കർത്താവ് പറയുക, ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച് ദർശനം ലഭിച്ചവരായ നിങ്ങൾ, കാഴ്ചപ്പാട് ലഭിച്ച നിങ്ങൾ, നമ്മൾ അങ്ങനെയുള്ളവരാകട്ടെ. ദൈവം അതാ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞത്, പഠിച്ചത്, നമ്മൾ പരിചയിച്ചിരുന്നത്, അതിൽ കൊള്ളാവുന്നതെല്ലാം തള്ളിക്കളയണമെന്നല്ല. എന്നാൽ അതോടൊപ്പം നമ്മൾ എന്ത് കൊള്ളണം? കർത്താവ് പറഞ്ഞതുപോലെ സ്വർഗരാജ്യത്തെക്കുറിച്ച് അറിവ് ലഭിച്ച ശിഷ്യന്മാർ. ഏതൊരു ശാസ്ത്രിയും ഏതൊരു ശിഷ്യനും നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശ്യം. എസ്രാ ശാസ്ത്രിയെക്കുറിച്ച് ഞാൻ മുമ്പേ തന്നെ ഉദ്ധരിച്ചു. അവൻ വചനം അല്ലെങ്കിൽ ന്യായപ്രമാണം പഠിക്കുവാൻ ഉത്സാഹിച്ചു, അതനുസരിക്കുവാൻ ഉത്സാഹിച്ചു, അത് പകർന്നു കൊടുക്കുവാൻ ഉത്സാഹിച്ചു. നമ്മൾ പുതിയ ശിഷ്യന്മാരാ. അതിനുവേണ്ടിയാണ് കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ ലോകത്തിലെമ്പാടും അയച്ചത്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അനുസരിക്കുന്നവരാക്ക്, പഠിക്കുന്നവരാക്ക്, അനുസരിക്കുന്നവരാക്ക്, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാക്കെന്നാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മളത് പാലിക്കുന്നുണ്ടോ? നമ്മളത് പഠിക്കുന്നുണ്ടോ? ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ? അനുസരിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ തലകളെ ഉണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ തലകളെ ഉണക്കി നമുക്ക് പ്രാർത്ഥിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണ് കാണുന്നുള്ളത് കൊണ്ട് സ്തോത്രം എന്ന് പറയാം, നമ്മുടെ ചെവി കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം കർത്താവേ എന്ന് രാവിലെ നമുക്ക് പറയാം. എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യാം, കർത്താവിന് മഹത്വം കരേറ്റാം. സ്തോത്രം ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന് ശിഷ്യരായി തീർന്ന നമ്മളോട് ദൈവവചനത്തിലൂടെ നിരന്തരം